ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ക്രമവിരുദ്ധമായ കരാറുകൾ നൽകുന്നെന്ന വാദത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ് UDF. ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ മറുപടി. നിർമ്മാണ പ്രവൃത്തിയിൽ ഊരാളുങ്കൽ ഗുണനിലവാരം പാലിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വിമർശനമുയർത്തിയവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായെന്നാണ് CPIMന്റെ പ്രതികരണം. CPMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ഹാൻഡ് ഓൺ വർക്ക്, അതായത് എത്ര വർക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വേണ്ട. കേരളത്തിലെ ബാക്കി എല്ലാ ലേബർ സൊസൈറ്റിക്കും ബാധകമാണ് അത്, പക്ഷെ ഊരാളുങ്കലിന് വേണ്ട. ഊരാളുങ്കൽ അടിമുടി കുഴപ്പമെന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തെ നിലപാട്. എസ്റ്റിമേറ്റ് അട്ടിമറിച്ച് ഊരാളുങ്കലിനെ വഴിവിട്ട് സഹായിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ നിലപാട് പാടെ തിരുത്തി. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ മറുപടി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. 500 കോടിക്ക് പുറത്തുള്ള പ്രവൃത്തിയിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും നിലപാട്. 2020-22 ആയപ്പോൾ 500 കോടി, ഇപ്പോൾ 22-ന് ശേഷം അൺലിമിറ്റായി എത്ര കോടി രൂപയുടെ വർക്ക് എടുക്കാന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ട്. സർക്കാർ നിലപാട് മാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം ഇങ്ങനെ. വിമർശിക്കുന്ന കൂട്ടർ തന്നെ അവരെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ വർക്ക് എങ്ങനെയും എടുക്കണമെന്ന് ഒളിവിൽ സംസാരിക്കും. ഇപ്പോൾ ഏതായിരുന്നാലും ആ വിമർശിച്ചവർ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞ് അവർ നല്ല നിലവാരമുള്ളതാണെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഊരാളുങ്കൽ ഏറ്റെടുത്ത 165-ൽ 40 പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് വർക്ക് ലോഡ് കൂടിയതുകൊണ്ടാണെന്നും പൊതുമരാമത്ത് മന്ത്രിയുടെ ന്യായീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.